2022 റിലീസായ വാം ടൈം വിത്ത് യു എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സാധാരണ കഥ തുടങ്ങുമ്പോൾ കഥാനായികയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഇൻട്രോ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ കഥാനായികയെ കുറച്ച് ഗുണ്ടകളെ ഇട്ട് ഓടിക്കുന്നതാണ് തുടക്കത്തിലെ നമ്മൾ കാണുന്നത്. അവളുടെ പേര് ജിയ എന്നാണ്. ജിയ അവന്മാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്നതായി നമുക്ക് കാണാം. ഇതേ സമയം നമ്മുടെ കഥാനായകനായ മോ ആകട്ടെ പൂളിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിരിക്കാണ്. ആക്ച്വലി റിലാക്സ് ആകാനായിട്ടാണ് പൂളിൽ ഇറങ്ങിയിരിക്കുന്നതെങ്കിലും അവന്റെ ഉള്ളിൽ മുഴുവൻ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ്. മരണപ്പെട്ട മോയുടെ സഹോദരന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം, എനിക്ക് അവനെ കാണണം, എന്നിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. കുഞ്ഞിനെ കാണാതെ മരിച്ച എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല എന്നെല്ലാം അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോ നിലവില് താൻ വിവാഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോ ആകെപ്പാടെയുള്ള ഒരു കൊച്ചുമകനാണ് തന്റെ മരണപ്പെട്ട ചേട്ടന്റെ മകൻ. അതുകൊണ്ട് ആ കുട്ടിയെ എങ്ങനെയും കണ്ടുപിടിച്ച് തരാമെന്ന് അച്ഛന് വാക്ക് കൊടുത്തതും ഒക്കെ അവൻ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പൂളിൽ നിന്ന് ഇറങ്ങി തന്റെ റൂമിലേക്ക് എത്തുന്ന മോ അവിടെ കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി മറ്റാരുമല്ല, ജിയാണ്. അവൾ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിക്കയറിയത് ഒരു ഹോട്ടൽ ബിൽഡിങ്ങിലേക്കും കറക്റ്റായി കയറിയത് മോയുടെ റൂമിലേക്കുമായിരുന്നു. ആരാ നീ എന്ന് മോയുടെ ചോദ്യത്തിന് അത് പിന്നെ ഞാൻ ഇവിടുത്തെ ക്ലീനറാ, റൂം ക്ലീൻ ചെയ്യാൻ വന്നതാണെന്ന് ജിയ ഉരുണ്ട് കളിക്കുന്നു. ഇവൾ ആരാണെന്ന് അറിയില്ലെങ്കിലും ഇവൾ ഇവിടുത്തെ ക്ലീനർ അല്ല, പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുന്ന മോ സെക്യൂരിറ്റീസിനെ വിളിക്കാനായി തുടങ്ങുമ്പോഴേക്കും ജിയ ഇവിടുന്ന് ബഹളം കേട്ടാ തന്റെ പിറകെ ഓടി വന്നവർ കറക്റ്റായി ഇങ്ങോട്ടേക്ക് വരും എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് മോയുടെ വാ പൊത്തിപ്പിടിക്കുന്നു. അങ്ങനെ ആ ഒരു പിടിവലിയില് രണ്ടുപേരും കൂടി മറിഞ്ഞു വീഴുന്നുണ്ട്. രണ്ടുപേരും അമ്പരപ്പോടെ പരസ്പരം നോക്കിയിരിക്കുമ്പോഴേക്കും ഇവിടുന്ന് ഉച്ച കേട്ട് പിറകെ ഓടി വന്ന ഗുണ്ടകള് റൂമിലേക്ക് എത്തുന്നു. അവർ ജിയെ കാണുകയും അവളെ പിടിച്ചോണ്ട് പോകാൻ നോക്കുകയും ചെയ്യുമ്പോൾ ഇവളെന്തോ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന മോ അവന്മാരെ അടിച്ച് അവളെ സഹായിക്കുന്നു. എന്നിട്ട് അവന്റെ പാട്ടിന് ഡ്രസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അടിയേറ്റ് താഴെ കിടക്കുന്ന ഗുണ്ടകളോട് നിങ്ങളെ അടിച്ച ആ മനുഷ്യൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് അടി കൊണ്ടെന്ന പേരും പറഞ്ഞ് ഇനി അതിന് കോമ്പൻസേഷനും ചോദിച്ച് എന്റെ പിറകെ വന്നേക്കില്ലേ എന്ന് പറഞ്ഞ് ജിയ ഒരു ഒറ്റ ഓട്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വൂ എന്ന ഒരു കൊച്ചു പയ്യനെയാണ്. അവൻ ഒരാളെ വീടിനകത്തേക്ക് പ്രവേശിക്കാതെ തടഞ്ഞു പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ സമയം ജിയ എത്തുന്നു. സംഭവം മറ്റൊന്നുമല്ല, ജിയയും പൂവും താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഉടമയാണ് അയാൾ. ഇവിടം ഇവർ ഉപയോഗിക്കുന്നതിനും താമസിക്കുന്നതിനും ഒക്കെയുള്ള വാടക കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിയ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ചോദിക്കാനും തരത്തില്ലെങ്കിൽ ഇവരെ ഇവിടുന്ന് ഇറക്കി വിടാനുമായിട്ടുള്ള പുള്ളിയുടെ വരവായിരുന്നു. ഇവിടെ ഒരു മാർഷ്യൽ ആർട്സിന്റെ ചെറിയ ക്ലാസ് ഒക്കെ ജിയ നടത്തുന്നുണ്ട്. അതാണ് അവളുടെ വരുമാന മാർഗം. പക്ഷെ പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നുമില്ല, അധികം കുട്ടികളൊന്നും പഠിക്കാനൊന്നും വരുന്നില്ല. മുന്നേ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അവളെ ഇട്ട് ഓടിച്ച ഗുണ്ടകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടാണ് ജിയ ശ്രമിക്കുന്നത്. അവന്മാർക്കിട്ട് രണ്ടെണ്ണം കൊടുത്ത് ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ല. അങ്ങനെ ഇവർ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മോയുടെ എൻട്രി. മോ വന്നപാടെ അവിടെ നിന്ന് വേറെ ആരെയും മൈൻഡ് ചെയ്യാതെ ആ ചെറിയ പയ്യനായ വൂവിനെ ചെന്നെടുക്കുന്നു. ഇവൻ എന്റെ അനന്തരവനാ, എന്റെ ഇവിടെ ഒരു പ്രശ്നമെന്ന് മോ ഇതിൽ ഇടപെടുമ്പോ അനന്തരവനൊന്ന മട്ടിൽ അത് കേൾക്കുന്ന ജിയ അന്തം വിട്ടു നിൽക്കുന്നു. അല്ലെ, ഈ ചെറുക്കൻ ഇവിടെ താമസിച്ചതിന്റെ വാടക എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ആ ലാൻഡ് ലോഡ് അവിടെ നിന്ന് പറയുമ്പോ വാടകയോ ഈ ഒരു ബിൽഡിംഗ് തന്നെ ഞാനിപ്പോ വാങ്ങാൻ പോവാ എന്നവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മോ വൂവിനെ എടുത്തുകൊണ്ട് നമുക്ക് പോകാന്നൊക്കെ ആ പയ്യനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ജിയ അതിൽ ഇടപെടുന്നു. അല്ല എന്താ ഇത്, കൊച്ചിനെ എടുത്തോണ്ട് നിങ്ങൾ എവിടേക്ക് പോവാണെന്നല്ല ജിയ ദേഷ്യപ്പെടുമ്പോ അപ്പോഴാണ് മോ ജിയെ ശ്രദ്ധിക്കുന്നത്. ഓ നീയോ, നീ എന്താ ഇവിടെന്ന് മോ ചോദിക്കുമ്പോ ഇതെന്റെ അമ്മയാണെന്ന് വൂ മറുപടി പറയുന്നു. ആ മറുപടി കേൾക്കുന്ന മോ വളരെ ഷോക്കായി ജിയെ നോക്കുന്നു. കാരണം മോ ഇവിടെ അന്വേഷിച്ചു വന്നത് അവന്റെ അച്ഛൻ പറഞ്ഞതുപോലെ മരണപ്പെട്ട അവന്റെ ചേട്ടന്റെ കുട്ടിയാണ്. ഈ വൂ ആണ് ആ കുട്ടിയെന്ന് കണ്ടെത്തിയാണ് വൂവിനെ കൂട്ടിക്കൊണ്ടു പോവാനായി മോ നിൽക്കുന്നത്. അപ്പൊ മോ രാവിലെ രക്ഷിച്ച ആ പെൺകുട്ടി തന്റെ അമ്മയാണെന്നും കൂടി വൂ പറയുമ്പോ അവൻ ഷോക്കാവില്ലേ? അവൻ ആ ഞെട്ടലിൽ അവളെ നോക്കുമ്പോ നിങ്ങൾ കാരണം എനിക്ക് ഒന്നാമത് പ്രശ്നം അറിയാവോ, നിങ്ങൾ എന്തിനാ ഗുണ്ടകളെ അടിച്ചത്, അതുകൊണ്ട് ഇനി അവന്മാര് അതിനുള്ള കോമ്പൻസേഷൻ ചോദിച്ചു എന്റെ പിറകെ നടക്കുന്നെല്ലാം അവള് സങ്കടപ്പെടുമ്പോ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവന്മാരെ അടിച്ചത്, അല്ലാതെ കൂടുതൽ ട്രബിൾ ചെയ്യാൻ വേണ്ടി അല്ലാന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. ഈ സമയം കൊച്ചിനെ ഇങ്ങത്താന്നും പറഞ്ഞ് ജിയ മോയുമായി വഴക്കുണ്ടാക്കുന്നു. കൊച്ചിനെ നിങ്ങൾക്ക് തരില്ലെന്ന് ജിയയും നിനക്ക് തരത്തില്ലെന്ന് മോയും തർക്കിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴേക്കും മുന്നേ പറഞ്ഞ പോലെ ആ ഒരു സ്ഥലം മോയുടെ പേരിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മോയാണ് ഇതിന്റെ ഉടമ. അവന്റെ കീഴിലുള്ള സ്ഥലത്താണ് ജിയ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു സ്ഥലത്തിരുന്ന വൂവിനോട് മോ സംസാരിക്കുന്നതും അവനെ കളിപ്പിക്കുന്നതും ഒന്നും തടയാനും പറ്റുന്നില്ല. അച്ഛന് ചെറുമകനെ കൊണ്ട് കാണിച്ച് സന്തോഷിപ്പിക്കണം, അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണം എന്ന മോട്ടീവില് മോ ഇവിടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ മോയുടെ അച്ഛനാകട്ടെ ആരോടോ രഹസ്യമായി കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെയോ പദ്ധതികൾ മെനയുന്നു. എന്തായാലും ഇതൊക്കെ നമ്മുടെ പ്ലാനിങ് പോലെ തന്നെ നടക്കണം
എന്നെല്ലാം പ്രത്യേകം അച്ഛൻ ഫോൺ കോളിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാം. അങ്ങനെ എന്തായാലും ഇവിടെ മോ താനിപ്പോ പുതുതായി വാങ്ങിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ജിയയ്ക്ക് ചില കണ്ടീഷൻസ് വെക്കുന്നു. ജി ഇവിടെ താമസിക്കുകയാണെങ്കിൽ അവൾ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഒന്നാമത്തേത്, ഒരു വർഷത്തെ റെന്റ് അഡ്വാൻസ് ആയി നൽകണമെന്നതായിരുന്നു. ഓൾറെഡി റെന്റ് അടയ്ക്കാൻ കാശില്ലാന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജിയയോടാണ് ഈ ഒരു പറച്ചിൽ അവൻ പറയുന്നതെന്ന് ഓർക്കണം. എന്റെ കയ്യിൽ അടയ്ക്കാൻ അത്രയും കാശില്ലാന്ന് അവള് തുറന്നു പറയുമ്പോ, എങ്കിൽ പിന്നെ കൊച്ചിനെ ഇങ്ങ് തന്നേക്ക്, വൂനെ എനിക്ക് തന്ന ഈ ഒരു വീട് നിനക്കങ്ങ് എഴുതി തന്നേക്കാന്ന് മോ പറയുമ്പോ അത് കേൾക്കുന്ന ജിക്ക് ദേഷ്യം വരുന്നു. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും കൊച്ചിനെ ഞാൻ വിട്ടുതരില്ല, അവൻ എന്റേതാണെന്ന് പറഞ്ഞ് അവൾ ആകെ കലിയിളകുന്നു. അപ്പോ ആ രീതിയിൽ ഇനി അപ്രോച്ച് ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന മോ, ഞാനും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോവാണെന്ന് ജിയോട് പറയുമ്പോ, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ചുമ്മാ ഒന്നും സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല, ഉടമയാന്ന് കരുതി ഉടമസ്ഥതയിലുള്ള വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ എങ്ങനെ സ്റ്റേ ചെയ്യുന്നില്ല തട്ടിക്കയറുന്ന ജിയ. നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആയി ഇവിടെ മാർഷൽ ആർട്സ് നിങ്ങൾ പഠിക്കണമെന്ന കണ്ടീഷൻ വെക്കുന്നു. എനിക്ക് പറ്റത്തില്ല എന്നല്ല മോ ആദ്യം പറയുന്നുണ്ടെങ്കിലും, പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് ജിയ തീർത്തു പറയുമ്പോ, എങ്ങനെയും ഇവിടെ നിന്ന് കൊച്ചിനെ തന്റെ പക്ഷത്തേക്ക് ആക്കിയെടുക്കണം എന്ന കണക്കൂട്ടല്ല മോ അതിന് സമ്മതിക്കുന്നു. ഈ നിൽക്കുന്ന മോ വൂവിന്റെ അങ്കിളാണ്, അവന്റെ മരണപ്പെട്ട അച്ഛന്റെ സഹോദരനാണെന്ന് ജിയയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവൾ വൂവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇവിടെ മോ താമസിച്ചു തുടങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ വൂവിനെ അന്വേഷിക്കുന്ന ജിയ അവനെ ഇവിടെ എങ്ങും കാണാതെ ആകെ ടെൻഷനായി. ഇനി മോ വൂവിനെ കൊണ്ട് സ്ഥലം വിട്ടുവെന്ന് വരെ പാനിക് ആവുന്നുണ്ട്. കാരണം മോയെയും കാണുന്നില്ല. അല്പനേരം തിരഞ്ഞു കഴിയുമ്പോൾ രണ്ടുപേരും ആകെ നനഞ്ഞു കുളിച്ച് വരുന്നത് അവൾ കാണുന്നു. എവിടെ പോയിരുന്നു എന്നെല്ലാം അവൾ വളരെ ടെൻഷനോടെ വൂവിനോട് ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ അങ്കിളുടെ കൂടെ സ്വിമ്മിങ്ങിന് പോയതാണെന്ന് വൂ പറയുന്നത് കേൾക്കുമ്പോഴാണ് ജിയയ്ക്ക് സമാധാനമാകുന്നത്. കൊച്ചിനെ തന്റെ അടുത്ത് തന്നെ നിർത്തിയില്ലെങ്കിൽ ഇയാള് അവനെ കൈയടക്കുമെന്ന് മനസ്സിലാക്കുന്ന ജിയ പിന്നീട് മോയുമായി ഓരോ കാര്യങ്ങൾക്ക് വൂവിന് വേണ്ടി മത്സരിക്കാൻ തുടങ്ങുന്നു. വൂ ഇപ്പോ സ്കൂളിൽ പോകാനായി റെഡി ആയി കഴിയുമ്പോൾ അവനെ ആര് ഡ്രോപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു ഇവർക്കിടയിലെ ആർഗ്യുമെന്റ്. ജയിക്കുന്ന ആള് വൂവിനെ ഡ്രോപ്പ് ചെയ്യട്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുന്നുണ്ട്. അതിൽ ജയിക്കുന്നത് മോ ആണെങ്കിൽ പോലും ജിയ റൂള് തെറ്റിച്ച് വൂവിനെ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോകുന്നു. വൂവിന് ക്ലാസ് ഇല്ലാത്തപ്പോ വൂ വീട്ടിൽ തന്നെ കാണുമല്ലോ. ഈ ടീം ജിയ ജോലിക്ക് പോകുമ്പോ അവിടെ തന്നെ നിന്ന് വൂവിനെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് ഈ അങ്കിളുടെ കൂടെ ഞാൻ പോവാണെന്ന് അവൻ പറയണം എന്ന രീതിയിലായിരുന്നു മോയുടെ പ്ലാനിങ്. പക്ഷെ അതേ പേടി ഇവിടെ ജോലിക്കിരിക്കുന്ന ടീം ജിയ്ക്ക് വരുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ കൊച്ചിനെ മോ ഓരോന്ന് പറഞ്ഞ് കൈവശപ്പെടുത്താതിരിക്കാനായി ജോലിക്കിടയിൽ കിട്ടുന്ന ഓരോ ഗ്യാപ്പിലും വൂവിനെ വന്ന് കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ജോലി തിരക്ക് കാരണം അവൾക്ക് അങ്ങനെ പിന്നീട് അധികം നേരമൊന്നും വൂവിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് വളരെ ടയേർഡായി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ജിയ ജോലി സ്ഥലത്തും ഇങ്ങനെ വളരെ സ്ട്രെസ്, ഇപ്പൊ വീട്ടിൽ ഈ ഒരു കാര്യങ്ങൾ മൂലം സ്ട്രെസ്, അങ്ങനെ മൊത്തത്തിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോ ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്നുണ്ട്. അവളാകെ ഫിറ്റ് ആയിരിക്കുമ്പോ അവളുടെ അടുത്തേക്ക് ചെന്ന്, നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കൊച്ചിനെ പൊത്തിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ, അതിനെ ഇങ്ങ് തന്നേക്കെന്ന് മോ പറയുമ്പോ ഫിറ്റ് ആണെങ്കിൽ പോലും അത് കേൾക്കുന്ന ജിയയ്ക്ക് ദേഷ്യം വരുന്നു. അവള് പറ്റില്ലെന്ന് പറഞ്ഞ് അവനോട് ബഹളം വെക്കുന്നു. നിങ്ങൾക്കറിയോ, ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴാ അവനെ എന്റെ കൈ കിട്ടിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവനെ പൊന്നുപോലെയാ വളർത്തുന്നത്. പെട്ടെന്ന് ഒരു ദിവസം എവിടുന്നോ ഒരാൾ പൊട്ടിമുളച്ച് വന്നിട്ട് അവനെ വിട്ടുതരാൻ പറഞ്ഞാൽ എനിക്കതിന് എങ്ങനെ കഴിയും? ജീവനോടെ ഉണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും അറിയാത്ത എന്റെ സഹോദരിയുടെ മകനാവൻ. എനിക്ക് അവൻ എന്റെ കൂടെ തന്നെ വേണമെന്നല്ല ജിയ പറയുമ്പോഴാണ് മോയ്ക്ക് അപ്പോ വൂവിനെ സ്വന്തം മകനെ പോലെ വളർത്തുന്ന ജിയ അവന്റെ യഥാർത്ഥ അമ്മയല്ല, ജിയയുടെ സഹോദരിയുടെ മകനാണ് വൂ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇതൊക്കെ നല്ല ലെക്ക് ഇട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജിയ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോ മോയ്ക്ക് ജിയോട് വല്ലാത്ത ഒരു സ്നേഹവും മതിപ്പും ഒക്കെ പോലെ തോന്നുന്നുണ്ട്. കാരണം അവൾ വളരെ കാര്യമായിട്ടാണ് വൂവിനെ വളർത്തുന്നത്. അവൻ അത് ഓർത്ത് നിൽക്കുമ്പോ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി. പിന്നെ ഇപ്പൊ ഇത്രയും ഷൗട്ടും കൂടി ചെയ്തുകൊണ്ട് ജിയ ആകെ കുഴഞ്ഞ് ലെക്ക് ഇടുമ്പോ അത് മനസ്സിലാക്കുന്ന മോ അവളെ പിടിച്ച് ബെഡിൽ കൊണ്ടുപോയി കിടത്തുന്നു. ജിയ അവളീ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ചെറിയൊരു മാർഷൽ ആർട്സിന്റെ ക്ലാസ് നടത്തുന്നുണ്ട്. അതിന് പുറമെ അവൾ പാർട്ട് ടൈമായി ഇതുപോലെ ഇങ്ങനത്തെ ബണ്ണി, ടെഡി ബിയർ കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ഓരോ കടകളിൽ പോയി നിൽക്കുന്ന ആ ഒരു ജോലിയും ചെയ്യുന്നുണ്ട്. ഇപ്പതേ അവൾ ഇന്ന് ഫുൾ ആ ഒരു ജോലി കഴിഞ്ഞ് വളരെ ടയേർഡ് ആയിട്ടാണല്ലോ വന്നപ്പോ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അവൾ ആകെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നാളെ ഇടാനായിട്ട് വാഷ് ചെയ്ത് വെച്ച ആ കോസ്റ്റ്യൂം അവൾ ഉണക്കാൻ പോലും മറന്നുപോയി. ഇതെല്ലാം കാണുന്ന മോ ആണ് അന്നത്തേക്ക് വേണ്ടി അവൾക്ക് ആ ഒരു ഡ്രസ് എല്ലാം ഉണക്കിയെടുത്ത് വെക്കുന്നത്. തിരിച്ചും മറിച്ചുവിട്ട് ആ ഒരു ഹെവി കോസ്റ്റ്യൂം ഉണക്കിയെടുക്കുന്നത് നിസ്സാര കാര്യമല്ല. അത് ചെയ്ത് അവൻ വെളുക്കാറായപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നത്. അവിടെ ഇരുന്ന് ഉറങ്ങുന്ന അവനെ കണ്ടുകൊണ്ട് എണ്ണീറ്റ് വരുന്ന ജിയ ഇവൻ തന്റെ ഈ കോസ്റ്റ്യൂം ഉണക്കി വെച്ചത് കണ്ട് വളരെ ഹാപ്പി ആവുന്നു. താൻ വിചാരിച്ചതുപോലെ അവൻ അത്രയ്ക്കങ്ങ് മോശക്കാരനല്ല, കുറച്ചൊക്കെ മനസാക്ഷി ഉണ്ടെന്ന് തോന്നുന്ന അവൾ അവനെ വളരെ ക്ലോസ് ആയി വീക്ഷിക്കുന്നു. കാണാനും സുന്ദരനാന്ന് അവൾ ഓർക്കുന്നുണ്ട്. പകല് രണ്ടുപേരും എപ്പോഴും കീരിയും പാമ്പും ആണല്ലോ വൂവിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് അവൾ ഇത്രയും അടുത്ത് സത്യത്തിൽ മോയെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. എന്തായാലും അവൾ അങ്ങനെ റെഡിയായി ജോലിക്ക് പോകുന്നു. അന്ന് വീട്ടിലുള്ള മോ അവിടേക്ക് ജിയെ കാണാനായി അവന് പരിചയമുള്ള ഷെൻ എത്തുന്നത് കണ്ട് ആകെ ഷോക്കാവുന്നു. ഷെന്നും
അയാൾക്ക് പരിചയമുള്ള മോ ഇവിടെ നിൽക്കുന്നത് കണ്ട് ഞെട്ടിപ്പോവാണ്. കാരണം ജിയയുടെ വീട്ടിൽ എന്താ മോക്ക് കാര്യമെന്ന് ചെന്നിന് അറിയില്ലല്ലോ. രണ്ടുപേരും ബിസിനസ് പരമായ രീതിയിലാണ് പരിചയക്കാര്. രണ്ടുപേർക്കും ഇടയിൽ ഈഗോ ക്ലാഷസും മത്സരങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ രണ്ടുപേരും ഇട്ടിരിക്കുന്നത് സെയിം കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്. ഒരേ കമ്പനിയുടെ 2 കളർ ആണെങ്കിലും ഒരേ പാറ്റേണിലെ ഡ്രസ്സ്. കളി കളകുന്ന രണ്ടുപേരും അപ്പൊ തന്നെ അവരുടെ അസിസ്റ്റൻസിനെ വിളിച്ച് ഇനി മേലാൽ എനിക്ക് അച്ചടിച്ചിറക്കുന്ന പോലത്തെ ഡ്രസ്സുകളൊന്നും വേണ്ട, സിംഗിൾ പീസ് ലിമിറ്റഡ് എഡിഷൻ ഡ്രസ്സ് മാത്രം എനിക്ക് വേണ്ടി സെലക്ട് ചെയ്താൽ മതി എന്നായിരുന്നു അസിസ്റ്റന്റിനോട് ആദ്യം തന്നെ മോ ആവശ്യപ്പെടുന്നത്. ചെന്നും ഒട്ടും മോശക്കാരനല്ല, അവനും അത് തന്നെ പറയുന്നു. ഇനിയിപ്പോ ആ ഒരു ഒറ്റ പീസായിട്ട് ഇറങ്ങുന്ന ഡ്രസ്സിന് വേണ്ടിയായിരിക്കും രണ്ടുപേരും കൂടി അടിയുണ്ടാക്കുക. എന്തായാലും തന്റെ സുഹൃത്തായ ജിയെ കാണാനായിട്ട് വന്ന ചെൻ ജിയുടെ കൂടെയുള്ള വൂവിന് വേണ്ടിയും കുറെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിരത്തി വെക്കുമ്പോ ഇതൊന്നും വൂവിന് കൊടുക്കാൻ പറ്റത്തില്ല, അവനിതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഓൾറെഡി ചെന്നിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ഒരു ആർഗ്യുമെന്റ് അവിടെ മോ സ്റ്റാർട്ട് ചെയ്യുന്നു. ചെന്നും അത് ഏറ്റുപിടിച്ച് രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വൂവിനെ കൂട്ടി അന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ജിയയുടെ വരവ്. നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടോ എന്ന് ജിയ ചോദിക്കുമ്പോ ആ ബിസിനസ് പരമായിട്ട് അറിയാം, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലെന്ന് ചെന്നാണ് ആദ്യം മറുപടി പറയുന്നത്. ഞാനിപ്പോ ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പോയ സ്ഥലത്തെ വളരെ ഫേമസ് ആയ സ്പെഷ്യൽ ഡിഷ് ഞാൻ നിനക്കും വൂവിനും വേണ്ടി വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ജിയ അത് വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെൻ അത് ജിയയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാതെ ഒപ്പം തന്നെ വൂവും അത് കഴിക്കാതിരിക്കാനായി വൂവിനെ മാറ്റി നിർത്താണ് മോ. ഈ ഒരു സമയം വൂവിന്റെ അങ്കിളാണ് മോ എന്ന കാര്യങ്ങൾ ജിയ പറയുന്നു. ഇവൻ ഇവിടെയാണോ സ്റ്റേ ചെയ്യുന്നത്? നീ അതിൽ കംഫർട്ടബിൾ ആണോ? ഇവനെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ പറ, ഇവിടെ നിന്ന് നീ താമസം മാറ്, എന്റെ പ്ലേസിൽ വന്ന് നിൽക്ക്, അവിടെ നിനക്ക് ഒരു കുഴപ്പവും കാണില്ല എന്നെല്ലാം ചെൻ പറയുമ്പോ എനിക്ക് അങ്ങനെയൊന്നും ഈ സ്ഥലത്തൊന്നും വരാൻ കഴിയില്ല. അറിയാലോ, എനിക്കിത് ഇമോഷണലി വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലം. വാടകയ്ക്കാണെങ്കിൽ പോലും എനിക്ക് അത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാൻ കഴിയില്ല എന്നതായിരുന്നു ജിയയുടെ മറുപടി. ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നല്ല ജിയ പറയുമ്പോ നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഈ വീട് തന്നെ വാങ്ങാമെന്ന് ചെൻ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന മോ ഈ വീടിപ്പോ എന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത്, അതിന്റെ വില നിനക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചെന്നിനെ കളിയാക്കുമ്പോ അത് കേട്ട് ദേഷ്യം വരുന്ന ചെൻ നമുക്കൊരു വോക്കിന് പോയിട്ട് വരാന്ന് പറഞ്ഞ് ജിയയും വൂവിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. ഇവരീ പോകുന്നത് മോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പോയിട്ടാണെങ്കിൽ കുറെ നേരമായിട്ട് മടങ്ങി വരാതെ ആവുമ്പോ ഇരിപ്പുറയ്ക്കാതെ മോ ഇവരെ അന്വേഷിച്ചിറങ്ങുന്നു. അവൻ ഇവരെ തപ്പി നടക്കുമ്പോ ആദ്യം കണ്ണിൽ പെടുന്നത് വൂ ആണ്. വൂ ഇങ്ങനെ ഒറ്റയ്ക്ക് റോഡ് സൈഡിൽ നിൽക്കുന്നതും അവിടെ തറയിൽ കിടക്കുകയായിരുന്ന പാട്ടയും വേസ്റ്റ് സാധനങ്ങളും ഒക്കെ പിറക്കുന്നത് കണ്ട് മോയ്ക്ക് ആകെ ദേഷ്യം വന്ന് അവൻ ആദ്യം തന്നെ കൊച്ചി കാണിക്കുന്നതിന്റെ ഒക്കെ ഫോട്ടോയും വീഡിയോ എടുത്തു വെക്കുന്നുണ്ട്. അവൾ അവനെ കണ്ട് പരിസരം മറന്ന് സംസാരിച്ചു വന്ന് ഇത് കൊച്ചിനെ പോലും ശ്രദ്ധിച്ചില്ലല്ലോ, ഇനി അവളോട് ഇതിനെ പറ്റി ചോദിക്കുമ്പോ തെളിവിന്റെ അഭാവം വേണ്ട, ഇതൊരു തെളിവായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവൻ അത് എടുക്കുന്നത്. അതിനുശേഷം വൂവിനെ എടുത്ത് മോൻ ഇതൊന്നും ചെയ്യരുത്, ഇതൊക്കെ ഇച്ചിച്ചി പിള്ളേര് ചെയ്യുന്നതാണെന്നെല്ലാം പറഞ്ഞ് തിരുത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ കാര്യം പറഞ്ഞ് ജിയെ വായിൽ വന്നതൊക്കെ മോ പറയുന്നുണ്ട്. നീ നിന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോ കൊച്ചിനെ നോക്കേണ്ട കാര്യം പോലും മറന്ന് അവൻ ചെയ്ത് കൂട്ടിയത് ഇതൊക്കെ കണ്ടോന്നും പറഞ്ഞു വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ജിയ ആദ്യം എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നു. പിന്നീട് ജിയയ്ക്ക് വൂവിന്റെ ക്ലാസ് ടീച്ചർ ഫോൺ ചെയ്യുന്നു. വൂവിന്റെ ഗാർഡിയൻ വന്ന് കാണണമെന്ന് ടീച്ചർ ആവശ്യപ്പെടുമ്പോ വൂ ഇനി എന്തേലും കുരുത്തക്കേട് ക്ലാസ്സിൽ ഒപ്പിച്ച് കാണുമോ എന്ന പേടിയിലായിരുന്നു ജിയയും മോയും പോകുന്നത്. രണ്ടുപേരും പേടിയുണ്ടെങ്കിലും കൊച്ചിന്റെ അവകാശം വിട്ടുകളയാൻ വയ്യാന്നുള്ള രീതിയിൽ മത്സരിച്ച് പോകുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയുന്നത് വൂ അവന്റെ ക്ലാസ്സിൽ നൽകിയ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഗാർബേജ് എംറ്റി ക്യാനുകൾ പിറക്കാനുണ്ടായിരുന്നു. അവൻ പക്ഷെ അത് ചെയ്തപ്പോ വീട്ടിലുള്ളവർ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ചെയ്തതേ ഇല്ല. അപ്പൊ അതിന്റെ മാർക്ക് കൊടുക്കാൻ നിർവാഹം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ടീച്ചർ വിളിപ്പിച്ചത്. ഇത് കേൾക്കുമ്പോഴാണ് മോയ്ക്ക് മനസ്സിലാവുന്നത് അപ്പൊ അവൻ അതിനുവേണ്ടിയാണ് ആ ഒരു പാട്ടയൊക്കെ പിറക്കിയത്, താൻ വെറുതെ ജിയെ തെറ്റിദ്ധരിച്ച് വഴക്ക് പറഞ്ഞു എന്ന്. ജിയക്ക് ഇത് കേൾക്കുമ്പോ പിന്നെ പറയണോ, അവളെ എന്തൊക്കെ മോ പറഞ്ഞതാണ്. അതുകൊണ്ട് അവളും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോ മോയെ കണക്കിന് പറയുന്നുണ്ട്. ഇത്രയും നാള് ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് വളർത്തിയത് ഞാനാ, അതുകൊണ്ട് നിങ്ങൾ എന്നെ കൂടുതൽ എങ്ങനെ കൊച്ചിനെ വളർത്തണം എന്ന് ക്ലാസ് എടുക്കാൻ വരണ്ട എന്നതായിരുന്നു അവൾ ഷൗട്ട് ചെയ്തത്. അങ്ങനെ അവൾ ആകെ കലിപ്പിലാകുമ്പോ അവളോട് സോറി പറയണം, അത് തന്റെ കടമയാണെന്ന് മോയ്ക്ക് തോന്നുന്നുണ്ട്. അവൻ അതിനുവേണ്ടി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അത് പ്രകാരം അടുത്ത ദിവസം ജിയയുടെ മുന്നിൽ കോസ്റ്റ്യൂം ധരിച്ച കയ്യില് പൂക്കളുമായി ഒരാൾ ചെല്ലുന്നു. എന്നിട്ട് സോറി ഒക്കെ പറഞ്ഞ് അവൾക്ക് പൂക്കൾ കൊടുക്കുമ്പോ ഇത് മോ ആണെന്ന് കരുതി അവൾ ഹാപ്പിയായി പൂ വാങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് ഇത് മോ അല്ല, അവന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് അവന് വേണ്ടി മാപ്പ് പറയിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കുമ്പോ ജിയക്ക് കലിപ്പാവുന്നു. അവൾ ആ മാപ്പ് പറച്ചിലൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ പിണങ്ങി പോകുമ്പോ മോ നേരെ വൂവിന്റെ അടുത്തേക്ക് ചെന്ന് എങ്ങനെ നിന്റെ ആന്റിയുടെ പിണക്കം മാറ്റാ എന്നതായിരുന്നു ചോദിക്കുന്നത്. എന്റെ ആന്റിക്ക് സർപ്രൈസുകൾ വലിയ ഇഷ്ടാ, എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്ത ആന്റി അതിൽ വീഴാതിരിക്കില്ല, പുള്ളിക്കാരി ഹാപ്പി ആയിക്കോളൂ എന്ന് ആ കൊച്ചു പയ്യനെ ഉപദേശിക്കുന്നു. അങ്ങനെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ വീട്ടില് മോ അറേഞ്ച് ചെയ്യുന്നു. ജിയ വരുമ്പോ അവൾ ഇത് കണ്ട് സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അതിലും സർപ്രൈസ് അടുത്തേക്ക് വന്നിങ്ങനെ മോ അവളോട് സോറി ചോദിക്കുമ്പോൾ അവള് ആകെ ഡിസ്റ്റർബ്ഡ് ആയി ആ ശരിയെന്ന് പറഞ്ഞു ഒരൊറ്റ ഓട്ടായിരുന്നു. ഇത്ര എളുപ്പമെന്നായിരുന്നോ സർപ്രൈസ് ചെയ്ത് സോറി ചോദിക്കാനെന്ന് മോ ആകെ അന്തം വിട്ട് നിൽക്കുമ്പോ അവൻ തന്റെ അടുത്ത്
അത്രയും ക്ലോസ് ആയിട്ട് വന്ന് സംസാരിച്ചതിൽ പെട്ടെന്ന് ജിയയുടെ ഹാർട്ട് പടപട ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പതിയെ പതിയെ മോയോട് ഒരു അട്രാക്ഷൻ. അങ്ങനെ പിന്നീട് വൂന്റെ കൂടെ ജിയയും മോയും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോ ആ കൊച്ചു പയ്യൻ പറഞ്ഞ പറച്ചിൽ കേൾക്കണോ, അങ്കിളിന് എന്റെ അമ്മയെ കല്യാണം കഴിച്ച് എന്റെ അച്ഛനായി ഇവിടെ അങ്ങ് ജീവിച്ചൂടെയെന്ന്. അവൻ ജിയെ അവന്റെ അമ്മയായിട്ടാണ് കാണുന്നത്. മോ അങ്കിളാണെന്ന് അറിയാലോ. അപ്പോ ജിയെ കല്യാണം കഴിച്ചിട്ടും ഇല്ലാന്ന് അവനറിയാം. എന്തായാലും ജിയെ കല്യാണം കഴിച്ച് മോ തന്റെ ഫാദറായി ഇവിടെ തന്റെ കൂടെ ജീവിക്കണമെന്ന് അവൻ ഇങ്ങനെ അവന്റെ ഉള്ളിൽ ആഗ്രഹം പറയുമ്പോ അത് കേൾക്കുന്ന മോയും ജിയയും പെട്ടെന്നൊന്ന് ചമ്മുന്നുണ്ട്. രണ്ട് അവിവാഹിതരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞ ആരായാലും ചമ്മിപ്പോവല്ലേ. അങ്ങനെ ഇവര് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ചെൻ വരുന്നു. പതിവില്ലാതെ ഈ സമയത്ത് എന്താ ചെൻ വന്നതെന്ന് ജിയ തീർക്കുമ്പോഴാണ് എന്റെ താമസ സ്ഥലത്ത് ഇന്ന് ഒരു പ്രശ്നമുണ്ട്, എനിക്കതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റുമോന്ന് ചെൻ ചോദിക്കുമ്പോ അതിന് മോ സമ്മതിക്കുന്നില്ല. പക്ഷെ ചെൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും അവനൊരു പ്രശ്നം വന്നാൽ എനിക്ക് അവനെ സഹായിച്ചേ പറ്റുള്ളൂന്നും ജിയ ആർഗ്യൂ ചെയ്ത് ഒടുക്കം മോയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ അധികം റൂമുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മോ കിടക്കുന്ന അതേ റൂമിലേക്ക് തന്നെയാണ് ചെന്നും കിടക്കാനായി ചെല്ലുന്നത്. ആ ഒരു ടീം നിനക്ക് ജിയെ ഇഷ്ടമാണോ എന്ന് മോയോട് ചെൻ ചോദിക്കുമ്പോ അല്ലാന്ന് മോ അപ്പോഴേ ഡിനൈ ചെയ്യുന്നു. തിരിച്ച് ഈ ഒരു ചോദ്യം മോ ചെന്നിനോട് ചോദിക്കുമ്പോ എനിക്ക് അവളെ ഇഷ്ടമാ, അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് അല്ല ഞാൻ, പറ്റുവാണെങ്കിൽ നാളെ തന്നെ അത് ചെയ്യണം, അതിനുവേണ്ടിയാ എന്റെ താമസ സ്ഥലത്ത് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് ചെന്നുള്ള കാര്യം തുറന്നു പറയുന്നു. അത് കേൾക്കുമ്പോ മോയുടെ മുഖഭാവം മാറുന്നുണ്ട്. അവൻ എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് പ്രകടമാക്കാതെ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നു. പക്ഷെ ചെൻ വിചാരിച്ചതുപോലെ അടുത്ത ദിവസം ഒന്നും പ്രപ്പോസൽ ഒന്നും നടക്കുന്നില്ല. ഒരു ദിവസം പ്രപ്പോസ് ചെയ്യാന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെ അവൻ ഇവിടെ നിന്ന് പോകുന്നു. ആ ഒരു സമയത്താണ് വു ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇവരോട് പറയുന്നത് ഗാർഡിയൻസിന്റെ കൂടെ കുട്ടികളെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകണമെന്ന്. ആക്ച്വലി പേരൻസിന്റെ കൂടെയാണ് വേണ്ടത്, പിന്നെ നിങ്ങളല്ലേ എന്റെ ഗാർഡിയൻ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് നല്ലൊരു ഔട്ട്ഡോറിലേക്ക് ഇവർ ഫോട്ടോ എടുക്കാനായി പോകുന്നുണ്ട്. അങ്ങനെ അന്ന് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കുറെ ഫോട്ടോസും ക്ലിക്ക് ചെയ്ത് തിരിച്ചു വരുന്നു. ആ ഫോട്ടോസ് ഒക്കെ പ്രിന്റ് എടുത്ത് കാണുമ്പോൾ മോയ്ക്ക് അതിൽ എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നു. അവൻ പക്ഷെ ഒരു ഫോട്ടോ നൈസ് ആയിട്ട് ജിയ കാണാതെ അടിച്ചു മാറ്റി തന്റെ പക്കൽ സൂക്ഷിക്കാനായി നോക്കുമ്പോൾ ജിയ വേഗം തന്നെ അത് മനസ്സിലാക്കി അതെല്ലാം പിടിച്ചു വാങ്ങിയ ശേഷം അറിഞ്ഞോ സ്കൂളിൽ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വു സത്യത്തില് നമ്മളെ അവന്റെ കൂടെ നിർത്തി ഫോട്ടോ എടുപ്പിക്കാനായിട്ട് ആ കുഞ്ഞു ബുദ്ധിയിൽ വന്ന ഒരു വലിയ കള്ളം പറഞ്ഞതാണെന്ന് ജിയ പറയുമ്പോ മോയ്ക്ക് ചിരിയാണ് വരുന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ച് ജിയയും മോയും അന്ന് ഒരുപാട് സംസാരിക്കുന്നു. സംസാരത്തിന്റെ ഒടുക്കം രണ്ടുപേരും സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കാൻ തീരുമാനിക്കാണ്. ഈ ഗെയിമിൽ ജയിക്കുന്ന ആള് ഒരു വിഷ് ചെയ്യണം, അത് അടുത്ത ആള് നടത്തി കൊടുക്കണം എന്നതായിരുന്നു ആ ഒരു ഗെയിമിന്റെ റൂളായി വെച്ചിരുന്നത്. അങ്ങനെ ആ മത്സരത്തിൽ ജയിക്കുന്നത് ജിയയാണ്. അവൾ ഒരു വിഷ് അല്ല അവിടെ നടത്തുന്നത്, പകരം ഒരു കൺഫെഷൻ ആണ്. അവളുടെ ഉള്ളില് മോയോട് തോന്നിയ ഇഷ്ടം അവൾ തുറന്നു പറയുന്നു. എന്നിട്ട് അവന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവള് കിസ് ചെയ്യുമ്പോൾ ആദ്യം മോയെന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും അവനും ഇവളോട് ഒരു താല്പര്യമുള്ളത് കൊണ്ട് അവനും തിരിച്ച് കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അന്ന് ജിയെ കാണാനായി അങ്ങോട്ടേക്ക് വരികയായിരുന്ന ചെൻ ഇത് മാറി നിന്ന് കാണുന്നു. അവൻ ഈ കാഴ്ച കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം അവൻ ജിയെ പ്രപ്പോസ് ചെയ്യാനായി ഇരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ പിന്നീട് ഇവരിങ്ങനെ ഒന്നിച്ചുള്ള ഫോട്ടോ മോയുടെ അച്ഛൻ കാണുന്നു. അത് കണ്ട് കലിപ്പിളകുന്ന അച്ഛൻ തനിക്ക് തീരെ വയ്യ, ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് മോയെ ഇൻഫോം ചെയ്ത് അവനെ അങ്ങോട്ടേക്ക് വരുത്തിക്കുന്നു. ഇത് അടവാണെന്ന് അറിയാതെ അച്ഛന് ശരിക്കും വയ്യാന്ന് കരുതി മോ വെപ്രാളപ്പെട്ട് പോകുന്നുണ്ട്. ജിയ പിന്നീട് മോയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവന്റെ ഫോണ് അവൻ എടുക്കാതെയാണ് പോയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. മോയെ പറ്റി ഒരു വിവരവും ഇല്ലാതെ ജിയ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആ ഒരു സമയം സ്കൂളിൽ നിന്ന് വൂവിനെ മോ പിക്ക് ചെയ്ത് കൊണ്ടുപോയി എന്ന വിവരവും ജിയ അറിയുന്നു. ജിയ ആകെ ടെൻഷനായി, ഇതെന്താ എന്നോടൊരു വാക്ക് പറയാതെ ഇങ്ങനെ കൊണ്ടുപോയതെന്ന് വെപ്രാളത്തിൽ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും വയ്യാതായ തന്റെ അച്ഛനെ വൂവിനെ കൊണ്ടേ കാണിക്കുകയായിരുന്നു മോൻ എവിടെയും പോണ്ട, ഇവിടെ തന്നെ നിൽക്കണമെന്ന് മുത്തശ്ശൻ പറയുമ്പോ എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ജിയയുടെ കാര്യം വൂ പറയുമ്പോ അത് ഈ മുത്തശ്ശന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവിടെ സംസാരം നടക്കുമ്പോഴാണ് ജിയ അങ്ങോട്ടേക്ക് വരുന്നത്. ഒന്നാമത് കൊച്ചിനെ കൊണ്ടുപോകുന്ന കാര്യം തന്നോട് പറയാതെ ചെയ്തത് ജിയക്ക് കലിപ്പാവുന്നുണ്ടെങ്കിലും അച്ഛന് വയ്യാഴിക വന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അത് ചെയ്യേണ്ടി വന്നതാ, അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ലാന്ന് മോ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജിയ അത് കേൾക്കുന്നില്ല. എന്റെ അച്ഛന് തീരെ വയ്യ, കുറച്ചു ദിവസം കുഞ്ഞിനെ ഇവിടെ നിർത്തണമെന്ന് മോ റിക്വസ്റ്റ് ചെയ്യുമ്പോ നീ എന്നോട് സ്നേഹം നടിച്ച് പറ്റിക്കൂടി നിന്ന് എന്റെ കൊച്ചിനെ എന്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോവാൻ നോക്കല്ലേ എന്ന് ജിയ വളരെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവളാകെ വിഷമിച്ച് അവളുടെ താമസ സ്ഥലത്തുള്ളപ്പോ അവിടേക്ക് എത്തുന്ന ചെൻ കാര്യങ്ങൾ മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മുത്തശ്ശൻ വൂവിനെ കിട്ടാനായി ശ്രമിക്കുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, മരിച്ചുപോയ അവന്റെ അച്ഛന് ഈ ഒരു കമ്പനിയിൽ 25% ഷെയർസ് ഉണ്ടല്ലോ, അത് ഇപ്പോ അച്ഛന്റെ മരണശേഷം ഈ കുഞ്ഞു കുട്ടിയുടെ പേരിലാണ് ഉള്ളത്. അത് എങ്ങനെയും തന്റെ പേരിലേക്ക് കൈക്കലാക്കാനാണ് ഇവനെ കിട്ടാനായി മുത്തശ്ശൻ ശ്രമിക്കുന്നത്. മുത്തശ്ശൻ അതിനുവേണ്ടി തന്റെ അസിസ്റ്റന്റിനെ ജിയയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. കൊച്ചിന്റെ കസ്റ്റഡി ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് അയാൾ ജിയെ അറിയിക്കുമ്പോൾ ജിയ അതിന് സമ്മതിക്കുന്നില്ല. നീ കേസ് കൊടുത്താലും ഒന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല, നീ ഒരു കുഞ്ഞിനെ നോക്കാൻ മാത്രം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, സ്വന്തമായി വീടില്ല, അതുകൊണ്ട് കേസ് കൊടുത്താലും ഞങ്ങളുടെ ഭാഗമേ ജയിക്കുമെന്ന് വന്ന ആള് ജിയോട് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെൻ, നീ എന്നെ വിവാഹം കഴിച്ചാല് നീ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും, നിനക്ക് കുഞ്ഞിന്റെ കസ്റ്റഡി കിട്ടാനും ഒട്ടും പാട് കാണില്ല എന്നും പറഞ്ഞ് ജിയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മോയ്ക്ക് തന്റെ അച്ഛന്റെ ദുരുദ്ദേശം മനസ്സിലാവുന്നു. ഉടനെ തന്നെ അവൻ ജിയയുടെ വീട്ടിലേക്ക് പുറപ്പെടുമ്പോ അവിടെ ചെൻ ജിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുകയും മുന്നും പിന്നും
പോലും നോക്കാതെ അവളെ കെട്ടിപ്പിടിച്ച് വൂവിനെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല, അവൻ നമ്മുടെ കൂടെ തന്നെ കാണുമെന്ന് അവളോട് പറയുകയും ചെയ്യുന്നു. അപ്പൊ തന്നെ ജിയയ്ക്ക് മോ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്തതെന്നും മനസ്സിലാവുന്നു. അങ്ങനെ ഇവർ മുത്തശ്ശൻ ആ ഒരു കുട്ടിയുടെ പേരിലുള്ള ഷെയർസ് കൈക്കലാക്കാനായി കുട്ടിയെ അപായപ്പെടുത്താതിരിക്കാനൊക്കെ ആയിട്ട് ആ ഷെയർസ് മോയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വൂവിന്റെ ഗാർഡിയനായ ജിയയ്ക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു. കൂടാതെ വൂവിന് വേണ്ടി തങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജിയയും മോയും ഒന്നാകാനും തീരുമാനിക്കുന്നു. അങ്ങനെ അവസരം മുതലെടുക്കാനായി നോക്കിയ മുത്തശ്ശനെയും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അവിടെ ഗോൾ അടിക്കാനായി നോക്കിയ ചെന്നിനെയും കാറ്റിൽ പറത്തി ഇവിടെ ഒരു ഫാമിലിയായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജിയയും മോയും. ഒപ്പം അവരുടെ കുഞ്ഞായി എന്നെന്നും കൂടെ മോയും എന്നെന്നും കൂടെ വൂവും. അങ്ങനെ വളരെ ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ ഒരു കഥ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.